ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഇത്തവണത്തെ ഗബ്രി ജാസ്മിൻ കോംബോ കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ശ്രീതുവും അർജുനും തമ്മിൽ അത്തരത്തിൽ ഒരു ലവ് ട്രാക്കോ അല്ലെങ്കിൽ കോംബോയോ വരുമോ എന്നതാണ്. ജാസ്മിൻ ഗബ്രി കോംബോയെ അപേക്ഷിച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ കൂടിയാണ് അർജുനും ശ്രീതുവും. ഇരുവരും പരസ്പര ഇഷ്ടങ്ങൾ വലിയ രീതിയിൽ പ്രകടിപ്പിക്കുകയോ കോംബോ ആയി കളിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇവർക്കിടയിൽ ചില സമയങ്ങളിൽ വലിയ രീതിയിൽ പൊസസീവ്നെസ് ഉണ്ടായിരിക്കുന്നതായി പ്രേക്ഷകർ തന്നെ വിലയിരുത്താറുണ്ട്. അർജുനും അപ്സരയും നല്ല സുഹൃത്തുക്കളാണ്. എന്നാൽ അർജുൻ അപ്സരയുമായി അധികം സംസാരിക്കുന്നത് ശ്രീതുവിന് പൊസസീവ്നെസ് ഉണ്ടാക്കുമെന്നാണ് പ്രേക്ഷകർ പല സമയത്തും വിലയിരുത്തിയിട്ടുള്ളത്. ഇതിനോട് സമാനമായി ശ്രീതു സിബിനോട് അധികം അടുത്ത് സംസാരിച്ചിരുന്നത് അർജുനും പൊസസീവ്നെസ് ഉണ്ടാക്കിയിരുന്നു. ശ്രീതുവിന് പുതിയ സൗഹൃദങ്ങളെ ഇല്ല എന്ന രീതിയിൽ സിബിനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അർജുൻ ശ്രീതുവിനോട് സംസാരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ശ്രീതുവിന് പിറന്നാളായിരുന്നു. ബിഗ് ബോസ് ശ്രീതുവിന് സർപ്രൈസായി പിറന്നാൾ ആശംസിക്കുകയും ഹൗസിൽ കേക്ക് കട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അടുത്ത സുഹൃത്തുക്കളായ അർജുനും റസ്മിനും ശ്രീതുവിന് സർപ്രൈസായി പിറന്നാൾ വിഷ് ചെയ്യുകയും ഇരുവരും ചേർന്ന് ഒരു കാർഡ് നൽകുകയും ചെയ്തിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ടി പൈപ്പ് എന്ന് എഴുതിയ കാർഡാണ് ശ്രീതുവിന് നൽകിയത്. ഇത് എഴുതിയത് ലിപ്സ്റ്റിക്കിന് സമാനമായ വസ്തു കൊണ്ടാണെന്ന് കത്ത് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്തു. പിറന്നാൾ സന്തോഷപൂർവ്വം കഴിഞ്ഞെങ്കിലും ജിൻഡോ മുമ്പ് ഉന്നയിച്ച ആരോപണം സത്യമാണെന്ന് പ്രേക്ഷകർ പറയുകയാണ്. 2 ആഴ്ച മുന്നെയാണ് ജിൻഡോ ബാത്റൂമിൽ നിന്ന് ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ കത്ത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതും കൂടി വന്നപ്പോൾ ആ ആരോപണം സത്യമായെന്ന് മനസ്സിലായെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ജിൻഡോ ഈ വിഷയത്തിൽ പറഞ്ഞ പേരുകൾ റസ്മിൻ്റെയും ശ്രീതുവിൻ്റെയും അർജുൻ്റെയുമാണ്. ശ്രീതുവിൻ്റെ പിറന്നാൾ വന്നതോടെ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ നാടകം പുറത്തുവെന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. ഇത് ശ്രീതുവിന് അർജുനും റസ്മിനും കൊടുത്ത ബർത്ത്ഡേ ലെറ്ററാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 2 ആഴ്ച മുന്നേ ജിൻഡോ വെറുതെ തള്ളിയതല്ല. ബാത്റൂമിൽ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ ലെറ്റർ കണ്ടിട്ടുണ്ട് എന്ന്. ഈ പ്രവണത കണ്ടപ്പോൾ ആ ആരോപണം 100% ഉള്ളതാണെന്ന് മനസ്സിലായി. ജിൻഡോ ഉന്നയിച്ച ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവണതയാണ് ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടത്. അതും ഈ കാര്യം ചെയ്ത് ജിൻഡോ പറഞ്ഞ ആ 3 പേരും റസ്മിൻ, ശ്രീതു, അർജുൻ. ശ്രീതുവിൻ്റെ ബർത്ത്ഡേ കാരണം ഇവരുടെ ആ നാടകം പുറത്തു വന്നു എന്നാണ് പ്രേക്ഷകരെല്ലാം പറയുന്നത്.